ഹായ്, നമുക്കിന്നൊരു തമിഴ്നാട് സ്റ്റൈല് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. കാരക്കുടി കോഴിക്കുളമ്പാണ് ഈ റെസിപ്പി. എനിക്ക് കിട്ടിയത് ഷെഫ് പിള്ളയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിത് ഒരുപാട് നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ആ പാനിലോട്ട് നമുക്ക് പച്ചമല്ലിയും വറ്റൽ മുളകാണ് വേണ്ടത്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 6-7 വറ്റൽമുളക്. ഇനി കാശ്മീരി മുളക് ഉള്ളവർക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നോർമൽ മുളക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടൊന്ന് സോട്ടായിട്ട് വരുമ്പോൾ നമുക്ക് പെരുംജീരകം, വലിയ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കടുക് താളിച്ച് അതിലോട്ട് വേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള വഴലാൻ വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് വേഗം സോട്ടായി കിട്ടും. ഈ സമയം മസാലകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മല്ലി അതൊക്കെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് സവോള വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ആക്ച്വലി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളെ സവോളയും തക്കാളിക്ക് ഒന്ന് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചിക്കനൊന്ന് ഇത്തിരി വെള്ളം ഇറങ്ങും. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. വീണ്ടും ഇതേപോലെ തന്നെ മൂടി വയ്ക്കാം. ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വരത്തക്ക വിധം ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെ ചാറൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം. മല്ലിച്ചപ്പ് സാധാരണ നമ്മൾ ചേർക്കുന്ന അളവിനെക്കാട്ടിയും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ചേർക്കണം. തമിഴ്നാട് കറികളിലൊക്കെ മല്ലിച്ചപ്പിൻ്റെ അംശം ഒരു ഇത്തിരി കൂടുതലായിരിക്കും. അത് മുന്നിട്ട് തന്നെ നിൽക്കണം. പിന്നെ ഈ സമയം നമ്മൾ ചതച്ച വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അത് നമ്മൾ മുന്നേ ചേർക്കണില്ല. അതിൻ്റെ ഒരു റോ സ്മെല്ലുണ്ടല്ലോ, അത് ഈ കറിക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മൾ ഈ സമയമാണ് അത് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കണം. നമ്മളെ ചിക്കൻ കറി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട്. മല്ലിച്ചപ്പൊക്കെ ഒന്ന് കറിയിലേക്കൊക്കെ പിടിച്ചിട്ട് ഒരു നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ കാരക്കുടി ചിക്കൻ കുഴമ്പാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്